ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതെ അപ്പൂന്റെ ഒപ്പം വേണം ഞാനും ചിരിക്കണേ. ഇത് അച്ഛൻ പോയിരുന്നെങ്കിൽ ഇതൊന്നും വായിക്കത്തില്ല. ഇതിൽ മുറ്റാട് സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത്ര വെറൈറ്റി ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ. പത്മാവതി എന്ന് പറയുന്ന മോൾക്കുള്ള ഉടുപ്പാണ്. ആ എടുത്ത് അവിടെ കുട്ടിച്ചാത്തരാരാ? അവിടെ കുട്ടിച്ചാത്തരാരാ? ഞാൻ യാത്രയാവുകയാണെങ്കിൽ രാത്രി 12 മണിക്ക് ഈ അസമയത്ത് പോകുന്ന വേറൊന്നുമല്ല. എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ പനിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. പനി എന്ന് വെച്ചാൽ ഇത്തിരി വൻ പനിയായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യാത്രയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് തന്നെ പോയി മേടിച്ചു. കാരണം ഞാൻ ഇങ്ങനെ എന്റെ രോമത്തിന് വരെ വേദനയായിരുന്നു എന്നൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പോയി പറഞ്ഞു കേട്ടോ. ഡോക്ടറിന്റെ ഒരു ചിരിയൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ രോമത്തിന് വരെ വേദനയാണ്. അതായത് രോമത്തിന് വേദന എന്ന് വെച്ചാൽ രോമം ഇങ്ങനെ അനങ്ങുന്നല്ലേ, നമ്മളിങ്ങനെ കൈ ഓടിക്കുമ്പോ അപ്പൊ നല്ല വേദന. അത് ദേഹത്ത് നമുക്ക് വേദന ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ സെൽസിന് വരെ വേദന അനുഭവിക്കുന്ന ഒരു പനിയായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വന്നപ്പോ കുഞ്ഞുങ്ങൾ എങ്ങനെ താങ്ങിന്ന് പോലും അറിയത്തില്ല. കാരണം ഞാനോർക്ക് എനിക്ക് ഇത്രയും ഇമ്മ്യൂണിറ്റി പവർ പോലും ഇല്ലെന്ന്. കാരണം കിടപ്പ് 13 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയത് കേട്ടോ. എന്നിട്ട് രാത്രിയിൽ ഉറങ്ങും. അപ്പൊ ഞാൻ പിന്നെ കുംഭകർണനെ പോലെയൊക്കെ, കുംഭകർണല്ലേ കിടന്നത് ആണോ? അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഫുൾ ടൈം കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ എന്റെ മിസ്സസ് ആ സമയത്ത് കെയർ ചെയ്തുകൊണ്ട് ഞാനിപ്പം ജീവനോടെ ഇരിക്കുന്നു. എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. ഞാൻ ഇന്നും വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിച്ചല്ല. കാരണം അതുപോലെ ക്ഷീണമായിരുന്നു. ഇപ്പൊ ഇവക്കും പനിയുണ്ട്. പക്ഷെ അവളതൊന്നും വകവെക്കാതെ അവള് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ട്രിപ്പ്. അപ്പൊ അവക്കും മരുന്നൊക്കെ മേടിച്ചു കേട്ടോ. പക്ഷെ എന്റെ അത്രയും ഡീപ്പായിട്ട് പനി വന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, പക്ഷെ എന്റെ അത്ര വന്നിട്ടുണ്ടെ കിടന്നു പനി തോന്നി. ഇവക്ക് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടി പോകുന്നു എനിക്കൊരു ഡൗട്ട് കേട്ടോ. എനിക്ക് പനി വന്ന്, അതായത് എനിക്ക് രാവിലെ തൊണ്ടവേദന എടുത്തു. പക്ഷെ ആശുപത്രി ചെന്ന് ഡോക്ടറെ കാണിച്ചു പറയാം. ഡോക്ടർ പറയാം ഇത്ര ഇൻഫെക്ഷൻ ആയിട്ടിരിക്കും, ഇപ്പോഴാണോ അറിയുന്നതെന്ന് ചോദിക്കുക. എനിക്ക് അന്നേരമാണ് ഫീൽ ചെയ്യുന്നത്, മനസ്സിലായി പനി വന്നത്. അപ്പം ആരും വെച്ചോണ്ടിരിക്കില്ല കേട്ടോ. ഈ പനി നമുക്ക് മരണം വരെ സംഭവിക്കാം. കാരണം പനി ഒരിക്കലും വെച്ചോണ്ടിരിക്കില്ല. അത് പനി ഓരോന്നിന്റെ ലക്ഷണമാണല്ലോ, ഓരോ കാര്യങ്ങളുടെ. അതെ അതെ. അപ്പൊ നമ്മള് പനി വന്നാൽ അന്നേരം കൊണ്ട് കാണിക്കണം. മടി വിചാരിക്കില്ല. ആശുപത്രി പോയ ഏറ്റവും മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും പോകും, അന്നേരം ഓടി പോകും. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓടേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇത്തിരി വലിയ യാത്രയാണ് പോകുന്നത്. ഇത്തിരി വലിയ യാത്ര. യെസ്, അപ്പോൾ വലിയ യാത്രയാണ്. അപ്പം സർപ്രൈസും ഒന്നും പൊട്ടിക്കുന്നില്ല. അങ്ങനെ തന്നെ നിന്നോട്ടെ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞും മറിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണാം. യെസ് അല്ലേ? അപ്പോൾ ഒത്തിരി സാധനങ്ങൾ എടുത്തു വെക്കണം. നമുക്ക് നേരത്തെ നമുക്ക് അന്ന് കൊണ്ടുപോകാനായിട്ട് കുറേ പറ്റാത്ത സാധനങ്ങൾ നമുക്ക് നേരത്തെ അയക്കണം. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വരുന്ന രീതിയിൽ നമുക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി എല്ലാം കൂടെ പാക്ക് ചെയ്യണം. എല്ലാ സാധനങ്ങളും പോയി മേടിച്ചിട്ടൊക്കെ വന്ന് ഞങ്ങൾ രണ്ടുപേരൂടെ. അപ്പൊ ഇന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. പനി മാറി അന്നേരത്തേക്ക് ആ ഒരു പനി ഒന്ന് എണീറ്റിരിക്കാൻ പരുവായപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് ഇറങ്ങി എല്ലാ ഇതൊക്കെ മേടിച്ചു. പിന്നെ ഗിഫ്റ്റ് അയക്കാൻ ഫസ്റ്റ് വേണ്ടിയിട്ട് എല്ലാവരെയും ഗിഫ്റ്റ് മേടിക്കണം. കാരണം ഇത്രയും കുറേ ദിവസമായില്ല അവർക്ക് ഗിഫ്റ്റ് അയക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് പനി അന്ന് പിറ്റേ ദിവസം തന്നെയല്ലേ നമ്മൾ പോയി അതെല്ലാം മേടിച്ചു, അതെല്ലാം അയച്ചു. എല്ലാവരുടെയും കയ്യിൽ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാല് വൈശാഖിയാണ് ഭയങ്കര കൊണ്ടുകൊടുത്തു. ചേട്ടായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഇപ്പൊ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അല്ല കമന്റില്ല, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം യെസ്, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. സംസാരിക്കാൻ അധികം പറ്റാറില്ല. ഇതായി പോവാതിരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ ആ രീതിക്ക് അവിടെ വിന്റർ ആണ് ഇപ്പം, നല്ല തണുപ്പാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഐറ്റംസ് നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ടാണ് പോകുന്നത്. എല്ലാവരുടെയും ട്രിപ്പ്. പിന്നെ അപ്പൊ ചിറ്റാമിക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ എനിക്കും താങ്ങാൻ പറ്റാത്തതും വിന്റർ ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ. അപ്പൊ നമുക്ക് പെട്ടി പാക്ക് ചെയ്യുന്നതിനിപ്പുറം ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ബെഡ്ഷീറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. വേറെ ആരുടെ അടുത്തുനിന്നല്ല, നമ്മുടെ ടിനു ചേച്ചി ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ പാടെ എനിക്ക് മെസ്സേജ് കുഞ്ഞു ഞാൻ ഇങ്ങനെ തുടങ്ങി
എന്നെ അറിയിച്ചു. അപ്പൊ ചേച്ചി കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ഐറ്റംസ് പറയാം. ബെഡ് സ്പ്രെഡ്സ് ഉണ്ട്, പില്ലോ കവേഴ്സ് ഉണ്ട്, കിച്ചൺ ടവൽസ് ഉണ്ട്, റണ്ണേഴ്സ് ഉണ്ട്, ടേബിൾ ക്ലോത്ത്സ് ഉണ്ട്, ഏപ്രിൽസ് ഉണ്ട്. പേജിന്റെ പേര് മിക്സ് ആൻഡ് മാച്ച് ഡെക്കോർ എന്നാണ് കേട്ടോ. പിടിക്കാം. മിക്സ് ആൻഡ് മാച്ച് ഡെക്കോർ. അതാണ് കേട്ടോ നമ്പർ. ഇതാണ് ചേച്ചിയുടെ. ഇന്ന് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മളോടുള്ള സ്നേഹത്തിൽ നമുക്ക് ചേച്ചി നമ്മൾ തുടങ്ങിയ പോലെ എന്നെ ചെറിയൊരു സംരംഭം തുടങ്ങി നമ്മളെ ഇത് അറിയിച്ചു. അപ്പം നമ്മളെ തുടക്കം തൊട്ട് നമ്മൾ എന്തിൽ നിന്ന് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി. അപ്പൊ ചേച്ചിയുടെ ഒരു ചെറിയ സംരംഭം നമ്മൾ അപ്പൊ ആരാണ് നമ്മൾ സപ്പോർട്ട് പറയാറുണ്ട്, നമ്മുടെ വീഡിയോ കൂടെ പറയാറുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ഇപ്പൊ ഇങ്ങനെ തപ്പി എടുക്കുന്നുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ ഒത്തിരി ഐറ്റംസ് കിട്ടും കേട്ടോ. കൂടുതൽ ഇപ്പൊ ക്രിസ്മസ് കളക്ഷൻസ് ചേച്ചി ഇറക്കിയേക്കുന്നത്. തുടങ്ങിയ പാടെ അതിന്റെ ക്രിസ്മസ് ഏതല്ലേ, അതുകൊണ്ട് ക്രിസ്മസ് കളക്ഷൻ നമുക്ക് വന്നതായിട്ട് നമുക്ക് ചേച്ചി സത്യം പറഞ്ഞ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്ക് നല്ല ഷീറ്റല്ലേ, നല്ല മെറ്റീരിയൽ കേട്ടോ. എനിക്ക് ഈ ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ എന്നാന്നറിയോ, എനിക്ക് ചൂടില്ലാത്തേ പറ്റുള്ളൂ. അതായത് മറ്റേ പോളിസ്റ്റർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും പോളിസ്റ്റർ. ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ കൊണ്ട് വിരിപ്പിക്കാൻ വേണ്ടി. അതെ അതെ വേണ്ട കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ ഇത് മാത്രം ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട് കേട്ടോ. ഓ നല്ല വലിപ്പമുണ്ട്. സാധാരണ നമ്മുടെ കയ്യിരിക്കുന്ന മെഷീനേക്കാളും വലിപ്പമുണ്ട് തോന്നുന്നല്ലേ. അടിപൊളി ഇതാണ് കേട്ടോ. ഞാനൊന്ന് വിരിച്ചിട്ട് കാണിക്കാം. വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ചേച്ചി. താങ്ക് യു സോ മച്ച്. ചേച്ചി ഇതെനിക്ക് സ്പെഷ്യൽ ആയിട്ട് മൊട്ടയടിച്ചതിന്റെ പേരിൽ അയച്ചു തന്നാണ് കേട്ടോ ഇത്. അതല്ല കേട്ടോ, ഇത് ശരിക്കും ഒരു ചെറിയ കുഞ്ഞു ടവലാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് ലച്ചുവിനെ നടുക്കെടുത്തു. ലച്ചുവിനെ കിടത്താൻ അല്ല ഒരു ബാത്ത് ടവലാണ് ശരിക്കും പറഞ്ഞല്ലേ. നല്ല ഭംഗിയുണ്ട്. അതും ഇതിന്റെ കൂടെ വന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത്. ചേച്ചി ഉദ്ദേശിച്ചത് ഇവളുടെ പൊട്ടത്തലയാണെന്ന് അറിയത്തില്ല. നല്ല കംഫോർട്ട് കേട്ടോ. ചൂടുന്നൊരു സാധനം ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുമ്പോഴേ ഭയങ്കരമായിട്ട്. അതെ അതെ. അപ്പൊ അടിപൊളി കേട്ടോ. നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിനി ബാക്കി ഐറ്റംസ് ഒക്കെ കാണാം കേട്ടോ. ചേച്ചിയുടെ ഇതിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതെ നപ്പുന്റെ ഒപ്പം പോലെ ഞാനും ചിരിക്കണേ. അപ്പൊ നമ്മൾ ആദ്യം പാക്ക് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ഇച്ചിരി വലിയ പെട്ടിയായിരുന്നു. കാരണം അത് നേരത്തെ പാക്ക് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ പാക്ക് ചെയ്ത് വെച്ചത്. കാരണം ചിറ്റാമ്മ അമ്മയുടെ അച്ഛയുടെ കൂടെ ഒരു ഒറ്റ വലിയ ബോക്സിനകത്ത് ആക്കിയത് കേട്ടോ. അത് ഫുൾ കവർ ചെയ്തു. പിന്നെ ഉള്ളത് ഫുഡ് കൂടെ ഉള്ളൂ ഇനി ഒരു ബോക്സിനകത്തുള്ളത്. ബാക്കി നമ്മുടെ ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചു. ഈ ബോക്സിനകത്ത് പൊട്ടത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഇത് മാത്രമേ കയ്യില് കരുതുന്നുള്ളൂ. ഈ ഒരു ഇത് മാത്രം ഒരാട് 7 kg ഒരാടെ കയ്യിൽ പറ്റും. അപ്പൊ നമ്മൾ ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. വേറെ ആരുടെയും വേറെ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മള് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് കാണിച്ചു തരാം. വെറൈറ്റി ഐറ്റംസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു? അതിൽ കറുപ്പായിട്ടാണോ കാണുന്നത്? ചുവപ്പില് കാണുന്നേ? ഇത് ബീട്രൂട്ട് പക്കാവടയാണ്. ബീട്രൂട്ട് പക്കാവട. ഫസ്റ്റ് ബീട്രൂട്ട് പക്കാവട. ഇതൊക്കെ അവിടെ കിട്ടാഞ്ഞിട്ടാ? കിട്ടത്തില്ല, ഒന്നും കിട്ടാൻ ഇച്ചിരി പാടാ. ഇതില് അടിപൊളി ഐറ്റംസ് കിട്ടും. കുഴലപ്പം സ്പെഷ്യൽ അല്ലേ? കുഴലപ്പം. നിങ്ങളുടെ നാട്ടിൽ മഞ്ഞയും ഒക്കെ മുറുക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ പച്ച മുറുക്കുണ്ടോ? പ്രീമിയം സാധനം ഇതിലോട്ട് വിചാരിച്ച് എന്തോ ഒരു പപ്സ് പോലത്തെ സാധനം കണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെന്നേ പപ്സിനകത്ത് എന്തോ ഫില്ല് ചെയ്തിരുന്നത്. ഞാൻ മറ്റേ ക്രിസ്മസിന്റെ ഇതിനകത്ത് ഉള്ള പോലെ ഞാൻ ഇപ്പഴാട്ടോ കാണുന്നത്. അതിന്റേതായിട്ടുള്ള പോരായ്മകൾ കാണും. എല്ലാരും ചോദിച്ചേക്കുക. ചെറിയ ബില്ലിൽ ഒതുക്കിയിട്ട് വന്നാൽ നമുക്ക് ബാക്കി അവിടെ തിന്നിട്ട്. അപ്പൊ അടുത്ത നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതരം ഇവിടെ കിട്ടാത്ത ചിപ്സ് നൊസ്റ്റു സാധനമാണ് കേട്ടോ. ഒരാട് നൊസ്റ്റു കഴിക്കണം കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂങ്ദാൽസ്. ഇത് നീ നിനക്കോട്ട് തിന്നാൻ വാങ്ങിച്ചാന്ന് ചോദിക്കരുത്. ഞാൻ വെറൈറ്റി സാധനങ്ങൾ നോക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതാണല്ലോ. മൂങ്ദാൽസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തുന്നില്ല.
സ്വീറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഒരിടത്തും കിട്ടത്തില്ല സാധനം കേട്ടോ. കാണുമ്പോ ഇച്ചിരി വെറൈറ്റി ഉള്ള ഐറ്റം വാങ്ങിച്ചറിയാം ഞാൻ. ഇതെന്ത് സാധനം ഒന്നും എനിക്ക് അറിയത്തില്ല. പപ്പട പോളി അല്ല, തട്ട. തട്ട. ആ തട്ടാന്ന് ഡേറ്റ് നോക്കിയാണല്ലോ അല്ലേ മേടിച്ചത്. അവിടെ നമ്മൾ ചെല്ലുമ്പോഴേലും വരുമോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിക്കുന്നത്. ഇല്ല, ഡേറ്റ് നോക്കിയാ എടുത്തേക്കുന്നത്. ഉണ്ട്, ഇനിയുണ്ട്, ദിവസങ്ങളുണ്ട്. പിന്നെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് 2 കേക്ക്, 2 ക്യാരറ്റ് പുഡിംഗ് കേക്ക് കേട്ടോ. ബൈ 1 get 1 അല്ലോ കേട്ടോ. ഇത് 2 കേട്ടോ. പോയാ മതിയായിരുന്നു. ഇത് അച്ഛൻ പോയിരുന്നെങ്കിൽ ഇതൊന്നും വായിക്കത്തില്ല. ഇതിൽ മുറ്റാൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര വെറൈറ്റി ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ. ഇതിനിപ്പോ ഇത്ര വിലയുണ്ട്. ഇത് നമുക്ക് നാളെ തയ്ക്കാം. ഇനി ഇല്ല, പറ്റത്തില്ല. നാളെ ഇവിടെ ഇപ്പൊ അയക്കണം. ഐറ്റംസിൻ്റെ കൂടെ ഇത്ര ഐറ്റംസ് ഉള്ളു. അത് എന്റെ ഏരിയ. ഇത്രയാണ് നമ്മുടെ ബേക്കറി ഐറ്റംസ് മേടിച്ചേക്കുന്നത്. ഇനി ആവശ്യമുള്ളത് അവിടെ ഉണ്ട്, ഇവിടെ കിട്ടാത്തൊക്കെ അവിടെ നമ്മൾ കേട്ടോ. ഇത്രയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മളെ കളക്ട് ചെയ്തിട്ടുണ്ട്. കുക്കിന് ഒതുങ്ങുന്നതല്ലേ കൊത്താൻ പാടുള്ളത്, നമ്മൾ അത്രേ വാങ്ങിച്ചുള്ളൂ. എങ്കിലും ഞാൻ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന അല്ലാത്ത ടൈപ്പ് ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. മുണ്ടാൽ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് ചെറുതാക്കിയിട്ട് നല്ലോണം ഒന്ന് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് നല്ലപോലെ പൊതിയണം കേട്ടോ. ഇതെല്ലാം നമ്മൾ അയക്കുന്നതായോണ്ട് ഒരു വലിയ ഇതെല്ലാം കൂടെ സെറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് മാറ്റി വെക്കാവേ. യെസ്, അത് മാറ്റി വെച്ചു. ഇത് നമ്മുടെ മദർ ബാഗ് ആണ്. നമ്മൾ ഈ ഇതെല്ലാം അയക്കുന്നു എന്ന കാര്യം എന്ന് വെച്ചാല് നമുക്ക് കുഞ്ഞുങ്ങളും എല്ലാരും ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ക്യാരി ചെയ്യാൻ ഈസി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മള് നമുക്ക് കയ്യിൽ പിടിക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം അയക്കുവാണ് കേട്ടോ. ഈ ഒരു ഇത് മാത്രം നമ്മുടെ കയ്യിൽ കാണും. അതെ ഇത്ര kg അല്ലാണ്ട് ഇത് ചെയ്യാം. അപ്പൊ അത് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ നമ്മള്. പിന്നെ ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് കേട്ടോ. പിന്നെയാണ് അവൾമാർ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് കാണിച്ചു തരാവേ. സർട്ടിഫിക്കറ്റ്സ് എന്ന് വെച്ചാല് ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. നമുക്ക് പോകാൻ നേരം ഇടുന്ന ഉടുപ്പുകളാണ് ഇനി കാണിക്കുന്നത് നമ്മള്. സത്യം പറഞ്ഞ ആന്റി കുഞ്ചുസിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര, അതായത് എന്റെ കുഞ്ചുസിന്റെ ഒന്നല്ല, പിള്ളേരെ അതെ എല്ലാവരെയും അതെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലേ, നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീം അതാണ്. ആഗ്രഹങ്ങളിലൊന്ന്. അതെ, ആഗ്രഹങ്ങളിലൊന്ന്. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നമ്മള് പ്രിജാമയുടെ ഗിഫ്റ്റ് ആണ് ഇട്ടിട്ട് പോകുന്നത്. പ്രിജാമ ലച്ചുട്ടിയുടെ 6th month നമ്മൾ ഹാഫ് ബർത്ത്ഡേ നടത്തിയപ്പോ പ്രിജാമ വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. അപ്പൊ അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് യാത്രയില് അത് തന്നെ ആ ഡ്രസ് തന്നെ ഇതുവരെ ഇട്ടില്ലല്ലോ നമ്മള്. വേറൊരു ഒക്കേഷൻ നല്ലത് വന്നില്ലല്ലോ. അപ്പം എനിക്ക് ഇത് ഇട്ടിട്ട് പോകാൻ ആഗ്രഹം. അപ്പം ഇത് ലച്ചുട്ടിയുടെ, ഇത് നമ്മുടെ ആമിച്ചിന്റെ. അപ്പൊ ഞാൻ നേരത്തെ തന്നെ ബാഗിൽ മാറ്റി വെച്ചാണ്. ഇത് നമ്മുടെ മാത്രമല്ല ചിറ്റാമ്മയുടെ കേട്ടോ. ഈ യാത്രയുടെ മെയിൻ ഉദ്ദേശം ചിറ്റാമ്മയാണ്. കാരണം അത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ചിറ്റാമ്മയ്ക്ക് അത് സാധിച്ചു കൊടുക്കണം എന്നുള്ളത്. അത് നമുക്ക് പിന്നീടും എപ്പോ വേണേലും ആവാം. പക്ഷെ ചിറ്റാമ്മയ്ക്ക് ഇപ്പൊ 82 വയസ്സായി. അപ്പം ചിറ്റാമ്മ ഇപ്പൊ നല്ലപോലെ സന്തോഷിച്ചിരിക്കേണ്ട സമയങ്ങളൊക്കെയാണ്. അതായത് ആവശ്യന്റെ ഒക്കെ ആ ഒരു കുട്ടിത്തം പോലെയുള്ള ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ ചിറ്റാമ്മയ്ക്ക്. അപ്പം ചിറ്റാമ്മ ഒത്തിരി ഒന്നും അവന്റെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പറയത്ത ഒന്നുമില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ചിറ്റാമ്മയ്ക്ക് നമ്മൾ കൂടുതൽ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആവലാതിയാണ്. ഇപ്പൊ എന്തെങ്കിലും വയ്യാഴിയൊക്കെ വന്നാല് നമ്മൾ കൂടുതലായിട്ട് കയറി അവരുടെ സമയം പോകുവോ അല്ലെങ്കിൽ അവരുടെ പൈസ പോകുവോ അങ്ങനെയുള്ള ചിന്തയാണ് ചിറ്റാമ്മയുടെ ഒരു സ്വഭാവം. അതാണ് ചിറ്റാമ്മയുടെ, ശരിക്കും പറഞ്ഞാൽ ചിറ്റാമ്മയുടെ ക്യാരക്ടറേ അതാണ്. നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന്. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ എന്ത് ചെയ്തു കൊടുത്താൽ അതിനോ ഇത് ചിറ്റാമ്മയമ്മ ചെയ്താലൊന്നും ഒരിക്കലും പകരമൊന്നും ആവത്തില്ല ഒരിക്കലും. എനിക്ക് എന്റെ ഇത് പറയുന്നതാണ് കേട്ടോ. കാരണം അത്ര എനിക്കറിയാം. അപ്പൊ അതിനൊന്നും ഒരിക്കലും പകരത്തിന് പകരം അങ്ങനൊന്നും അല്ല. എങ്കിലും നമ്മൾ നമ്മുടെ ഒരു കടമ ചെയ്യുന്നു. അമ്മയായിട്ടോ എന്തോ നമ്മുടെ സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും അത് സന്തോഷമല്ലേ. അത് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്തായാലും നിങ്ങൾ കാണും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയാതിരിക്കുന്നത് ഇങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോ കുഞ്ചൂസ് ഇടുന്ന ഡ്രസ്സ് കാണിക്കുക. അത് ഇത്തിരി വെറൈറ്റി ആണ് കുഞ്ചൂസ് ഇടുന്ന ഡ്രസ്സ്. ഏകദേശം ഞാൻ പറയുന്നില്ല. This is my pant. This is my new pant. ഇങ്ങനെ പറയണം കേട്ടോ. ഇത് എന്ത് പാൻറ്റൊന്നും കൊറേ പോക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാരും ഞാൻ മറ്റേ ജീൻസ് ഇതിന് ഉത്തരവാദിത്വം ഞാനല്ല. കൊറേ കമന്റ് ഇടുന്ന പെങ്ങന്മാരും അല്ലെങ്കിൽ അമ്മമാരും ഒക്കെയാണ്. അവരാണ് പറഞ്ഞ കുഞ്ചൂസിനോട് ഇനി കുറച്ച് ഫ്രീക്ക് ആയിട്ട് നടക്കാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് ആ പെണ്ണ് അന്ന് പോയി ഓർഡർ ചെയ്തു. അതാണ് സംഭവം കേട്ടോ.
അപ്പം എന്തോ കഴിഞ്ഞ ദിവസം എന്തോ ഇതിന് കമന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഇതിട്ടില്ല. അപ്പൊ ആണെങ്കിൽ അതിന്റെ താഴെ തരുന്നെങ്കിൽ കുറെ എന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ബ്രാൻഡ് പറഞ്ഞു കൊടുക്കാനൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും നല്ല ബ്രാൻഡുകളുണ്ട് പറഞ്ഞു തന്നാൽ മാത്രം നേരെ ഇങ്ങോട്ട് അയച്ചോ. ഇത് എന്റെ ടോപ്പാണ് കേട്ടോ. ഇതിട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് കാണാം. അപ്പൊ ഈ യാത്രക്ക് പിന്നിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മള് പളനിക്കൊക്കെ പോയിട്ട് വന്ന് മൊത്തത്തിൽ ടൈറ്റ് ആയിട്ട് ഒരു രക്ഷയില്ലാതെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കടയൊക്കെ തീർക്കെ. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോയി, ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ അതായത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു. പക്ഷെ പോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ 10 പൈസ പോലും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരുത്തി ഞാൻ ഉറങ്ങി കിടന്ന സമയത്ത് കാണിച്ച പരിപാടി എന്നാന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജിമ്മിക്കയും കുഞ്ഞുങ്ങളുടെ കമ്മലും കാര്യങ്ങളും എല്ലാം അവിടെ കൊണ്ടിട്ട് പണയം വെച്ചു കേട്ടോ. ഈ പെണ്ണ് പണയം വെച്ചു. ഞാൻ ഇവിടുന്ന് ഭയപ്പാട് കൊണ്ടുപോയി. ഇങ്ങനെ ഇതില്ല നമുക്ക് ഭയങ്കര നമുക്കൊരു ഇനി മുന്നോട്ട് എന്നാന്ന് ഒരു വരുമ്പം നമ്മൾ ഒരാളുടെ അടുത്ത് കടം വാങ്ങിക്കുന്നതിലും എന്താണെങ്കിലും കടം വെച്ച് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതിലും വേണം നമ്മളെന്തിനു സ്വർണ്ണം വാങ്ങിച്ചു വെക്കുന്നത്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പണം വെച്ച് എന്തായാലും പൈസ എടുത്ത് നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് ചെയ്യണം. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഞാൻ ഇവിടുന്ന് ഒന്നും പറ്റില്ല, ആരോടും പറ്റില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം അറിയാം. ഞാൻ വണ്ടി നേരെ എടുത്തു, നേരെ എങ്ങോട്ടാ പോണെന്നറിയോ. അത് സംഭവം എന്നാന്ന് വെച്ചാല് ഞാൻ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആയിരുന്നു. കാരണം നമ്മള് എന്ത് ചെയ്യും, അയ്യോ അടുത്ത ആഴ്ച എന്ത് ചെയ്യും, നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കടയിൽ കൊടുക്കേണ്ട കുറെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്ത് പെട്ടെന്ന് അതെല്ലാം തീർത്തപ്പം മുന്നോട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് രക്ഷയില്ലാണ്ടായി പോയി. അപ്പം പക്ഷെ ഈ യാത്ര അത്ര ഇമ്പോർട്ടന്റ് ആയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിറ്റാമയ്ക്ക് കൊടുക്കുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞ ഇത്. അപ്പം അതിന് പിന്നെ അത് എത്ര ആലോചിച്ചിട്ട് എങ്ങനെയാണേലും പോകണം, ആ ഒറ്റ ഒരു ചിന്താഗതി മാത്രമുള്ളായിരുന്നു. അപ്പം ഷോപ്പിലെ കാര്യങ്ങൾ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് പോയിട്ട് വരണം. ഇപ്പൊ ക്രിസ്മസിന്റെ ടൈമാണ്, നമ്മൾ ഷോപ്പിൽ വേണ്ട. പക്ഷെ ഇനി നമുക്ക് ഇത് നടക്കത്തില്ല, മുന്നോട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്താലും നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു സമയത്ത്, നമുക്ക് വരുന്ന ഒരു സമയത്ത് എന്ത് കാര്യമാണ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ധൃതി മേടിച്ചോ ഇത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോഴും നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ബാക്കി സാധനങ്ങൾ കാണിക്കാം. യെസ്, ഇവരൊക്കെ കാണിച്ചു കേട്ടോ, എനിക്ക് മാത്രം ഒന്നും ഇല്ല കേട്ടോ. താഴേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കട കയറിയെന്നറിയോ, കട കയറിയപ്പോൾ കട കയറുന്നതിന് അച്ഛൻ വാങ്ങിക്കച്ചാ എത്ര നമ്മള് ഗിഫ്റ്റ് എല്ലാവർക്കും അയക്കാൻ പോയ കൂട്ടത്തിൽ അച്ഛനോട് എടുക്കാൻ പറഞ്ഞു, അച്ഛനെ എടുത്തില്ല. അതെന്നറിയോ, ഞാൻ സത്യം പറയാം, ഞാൻ പറഞ്ഞില്ല നല്ല ടൈറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറേയൊക്കെ മേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അവർക്കൊക്കെ മേടിക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യം അങ്ങ് ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ അവള് മേടിച്ച്, ഞാൻ അറിയാതെ മേടിച്ചു കേട്ടോ. ഏറ്റവും അവസാനം നമ്മൾ കളേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവള് മേടിച്ചതാണ് എനിക്കൊരു പൂക്കളം ഷർട്ട് കേട്ടോ. പൂക്കളം ഷർട്ട്, പൂക്കളം. നിന്റെ മാച്ചിങ് ആണോ? പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൂക്കളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേരും, എനിക്ക് ചേരും. എനിക്ക് ഏത് കളറും ചേരുമല്ലോ. അതെനിക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കാണിച്ചു. നമ്മൾ 2.5 വയസ്സുള്ള 2 മക്കളെയും കൊണ്ടാണല്ലോ പോകുന്നത്. അത് 2.5 വയസ്സില് 1 മാസം മുമ്പുള്ള പത്മാവതി എന്ന് പറയുന്ന മോൾക്കുള്ള ഉടുപ്പാണ്. ഇത് ചിറ്റാമയ്ക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാല് ഞങ്ങള് കുറെ സെറ്റർ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പം ചിറ്റാമയ്ക്ക് ആയിരുന്നു പിള്ളേരുടെ സൈസിലുള്ളതാണ്. ഇത് പിള്ളേരുടെ സാധനം, പിള്ളേരുടെ സാധനം. നിനക്ക് പക്ഷെ പറ്റുമെന്ന് തോന്നുന്നു. സൈസ് 36. അതെ അതെ, നല്ല സെറ്റർ അല്ലേ? അല്ലേ? ഇതിന് ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നു, ഇതിന് എത്ര രൂപ ആവുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കെ. 1 2 3 4 ഇത് എത്ര രൂപ ആയെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. വെറും 329 രൂപ ഉള്ളു കേട്ടോ ആ സെറ്ററിന്. അതെ, ഇത് എസ്എമ്മിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അത് ചിറ്റാമയ്ക്കും പിന്നെ ഇത് നമ്മുടെ ആമി പെണ്ണിന് കേട്ടോ. ഇത് തന്ന ആൾ എന്തായാലും ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. കാരണം ഒത്തിരി പേരും വർക്ക് ലോഡ് കാരണം നമ്മുടെ വീഡിയോകൾ മിസ്സായി പോകുന്നുണ്ടെന്ന് ഒത്തിരി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം എന്താണ് നമ്മളിപ്പോഴും ആളെ ഓർക്കുന്നുണ്ട്. കാരണം ആവശ്യമുണ്ടായ ഒരു 3 മാസം കഴിയുന്നതിന് മുന്നേ ഇത്രയും വലിയൊരു ഐറ്റം, ഇത്രയും വലുത് അന്നേ അവക്ക്
നമ്മൾ അവിടുത്തെ തണുപ്പ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അത്രയും കെയറോടുകൂടി അവൾക്ക് എന്തോരം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അറിയാം. ഞാൻ ഒരു വൈറ്റ് ഉണ്ട് ഇതിനകത്തുണ്ട്, അതിന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പാൻറ്റും ഉണ്ടായിരുന്നു, ഇങ്ങനെ ഫുൾ കവർ ചെയ്തിരുന്ന സ്റ്റോക്കിൻസ് അതിനടുത്ത് വെച്ചിട്ടുണ്ട്. അത് അന്നൊന്നും ഇടാൻ പറ്റിയിട്ടില്ല, കാരണം വലുതായിരുന്നു, അത് ഭയങ്കര വലുതായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഓവർ സൈസ്ഡാ അവിടുത്തെ പിള്ളേർ കുറച്ചുകൂടെ വലുതല്ലേ. നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് പറ്റില്ല അത്, എന്തായാലും സൈസ് ഇച്ചിരി ആവണം. ഇപ്പോഴാമിക്കൊക്കെ ഇടാൻ പറ്റുന്നത്, അപ്പൊ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് കുറെ ഇപ്പോഴുള്ള ആമി ഇടുന്ന ഡ്രസ്സുകളുണ്ട്, നല്ല ഭയങ്കര റേറ്റ് കൂടിയത്. അവിടുത്തെ ഒരു നമ്മളെന്താ ബോക്സ് പൊടിച്ച സമയത്ത് എന്ത് സ്മെല്ലായിരുന്നു. ഒരു ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു, 2 കുഞ്ഞുമക്കളുടെ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില്. അപ്പം അവരയച്ചു അമേരിക്കന്നാണ് ഗിഫ്റ്റ് വന്നത്. അപ്പൊ ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലുണ്ട്. എനിക്ക് ഭയങ്കര നല്ല ഇപ്പൊ ആവശ്യം ഇട്ടിട്ടില്ലേ ഊരത്തില്ല തന്നെ. ഞാൻ ഇത് പിന്നെയും മടക്കി വെക്കും, അവൾ അത് അഴിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് ഒരു കൈ ഇട്ടിട്ട് ഈ കൈയിലേക്ക് ചേർച്ചിട്ട് ഇട്ടോണ്ട് തുള്ളി നടക്കുന്നു. എല്ലാരും പൊങ്ക് കടിച്ചിട്ട് കിടക്കുക, അടിച്ചു കഴിഞ്ഞ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ആവശ്യമുള്ളതാണ് അത് കേട്ടോ. പിന്നെ ലച്ചൂട്ടിക്ക് എടുത്തിട്ടുണ്ട്, കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. അതെ നമ്മുടെ അതിനകത്ത് കരയാതൊക്കെ ഇരിക്കാൻ വേണ്ടി ലച്ചുവിന് മറ്റേ ടീച്ചർ ഇങ്ങനെ വഴക്കുണ്ടാക്കി വേറെ, അല്ലെങ്കിൽ അവള് കൈ കിടന്ന മാല കമ്മൽ ഇതൊക്കെ പിടിച്ച് കടിച്ചു പറിക്കാനായിട്ട് തോന്നും. നമ്മുടെ ചെവിയൊക്കെ കടിച്ചെടുത്തോണ്ട് പോകും. അപ്പം അവിടെ ടീച്ചേഴ്സ് ഇനി 2-3 എണ്ണം കൂടെ ഉണ്ട്, അതും എടുത്ത് കഴി വെക്കണം. അതെ, പിന്നെ അവിടെ ബിബ് 2 ടവൽസ്, പിന്നെ മരുന്നുകളാണ് കേട്ടോ. മരുന്നൊക്കെ ഉണ്ട്. എല്ലാവരും എടുത്ത് ചിറ്റാമ്മയുടെ വേറെ കുഞ്ഞൊരു പോയി ഇതിനകത്ത്, അത് ഇതിനകത്ത് വെക്കണം. അത് ബിബുകൾ, ഞാൻ കൂടുതലും ബിബും ടവൽസും എടുത്തിരുന്നത്. പിന്നെ എൻ്റെ ഐറ്റം അതൊരെണ്ണം കൂടെ അതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പുറകിലാണെങ്കിൽ ഈ പേഴ്സിനകത്താണ് മറ്റേ ഇതെല്ലാം കൂടെ വെച്ചേക്കുന്നത് കുഞ്ഞായിട്ട്. പിന്നെ പുറകിൽ ഇവരെ പാമ്പേഴ്സ്, അത് ഈ നമ്മൾ ക്യാരി ചെയ്യുന്നതിനകത്ത് തന്നെ പാമ്പേഴ്സ് വെക്കണമല്ലോ. ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലഗേജ് നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ ടൈമില് അത്ര സാധനങ്ങളേ ഉള്ളൂ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ആമയുടെ വലിയ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിലിങ്ങനെ ഇട്ടേക്കും. അവിടെ വെള്ളം ഇതിങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇത് നല്ല വെയിറ്റ് ആട്ടോ ഈ പെട്ടിക്ക്. ഇന്നത്തെ കുറെ സാധനം കൊള്ളുകയും ചെയ്യും. പക്ഷെ എടുത്ത് കാണിക്കണ്ട, പറഞ്ഞാ മതി. എടുത്ത് കാണിക്കുന്നില്ലല്ലേ, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാത്തിനും ഓരോ നോക്കി എടുത്ത് ഓരോന്ന് കേട്ടി വെക്കുന്നു. എല്ലാം ഒറ്റയ്ക്ക് ഇത് നമ്മുടെ സാവി കൺസെപ്റ്റ്സ് അല്ലേ അല്ലേ ചേച്ചി അയച്ചത്? നല്ലതാട്ടോ, നല്ല ബാറ്റോയിലാണേ. നമുക്ക് അന്ന് ബെഡ്ഷീറ്റ് അയച്ചു തന്നില്ല ആ ചേച്ചിയുടെ സാവി കൺസെപ്റ്റ്സ്. നല്ല സൂപ്പർ സാധനം കേട്ടോ. ഞാൻ ഇടയ്ക്ക് എടുത്ത് കുളിക്കും, ഇവള് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ഡ്രസ്സാണേ. എനിക്ക് 5-6 ജോഡി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ആൾക്കാരുമായിട്ടാണെങ്കിൽ ജീവിക്കുമ്പോ അങ്ങനത്തെ ഡ്രസ്സുകളെ മേടിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ലച്ചുവിന്റെ ഇതാ ഞാൻ പറഞ്ഞു കണ്ടോ, ഇത് അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നോ. അന്ന് അവക്ക് 3 മാസം അതിന് വെയിറ്റ് ചെയ്ത് 2 to 3 ഇയറിന്റെ. അവക്ക് ഇപ്പൊ 3 വയസ്സായിട്ടില്ല, 2 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ ജനിച്ചപ്പോ കിട്ടിയ അന്നാ ചേച്ചി അയച്ചു തന്നത് കണ്ടോ, പുത്ത പോലെ ചോദിച്ചാൽ അത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നു. കാരണം അവിടെ തണുപ്പാണ്, ഇങ്ങനത്തെയൊക്കെ വേണം. ഇപ്പൊ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾമാരെ അങ്ങനത്തെ ഇതാ ലച്ചുവിന്റെ സെറ്റ് ഇങ്ങനെ എടുത്തേക്കുന്ന സെറ്റ്. ഇത് വലിയതാണ് കേട്ടോ. ലച്ചുവിന് ഇത് വലിഞ്ഞ് വേണം ആമയുടെ കാലിലിടുന്നുണ്ട്. ഇതുണ്ടല്ലോ, ലച്ചുവിന് ആമിയുടെ സൈസ് വേണം. ആമി ഇപ്പൊ ഇടുന്ന സൈസ് വേണം ലച്ചുവിന് ഇപ്പൊ. അല്ല അതുകൊണ്ട് ലച്ചു ആമി ഒരേ ഡ്രസ്സുകൾ എപ്പോഴും നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി, 2 അങ്ങോട്ട് മാറി ഇടും. പിന്നെ ഇത് നെയ്റ്റിട്ട് ഞാൻ 89 രൂപ അല്ലേ, 89 രൂപയ്ക്ക് പാൻറ് എടുത്താണ് കണ്ടോണേ. അത് പക്ഷെ നല്ല കേട്ടോ. ഇതിന് 89 രൂപയുള്ളൂ കേട്ടോ. അതിന് ഗ്രീനും 89 രൂപ ഉള്ളൂ. അടിപൊളി സാധനം അത്. അപ്പൊ അതാണ് ആവശ്യത്തിന്റെ പിള്ളേരെ ഡ്രസ്സുകളാണ് കേട്ടോ. പറ്റുന്ന ടൈപ്പ് കാത്തോടൊക്കെ പിന്നെ ഇതിനകത്ത് ഇനിയും വെക്കാനായിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഇനിയും കുറച്ച് ഇതും പിന്നെ ആമിക്കൊരു ഇത് ഇന്നലെ ഈ കുഞ്ചൂസിന് ഒരു ബനിയൻ മേടിച്ചില്ലേ, ആ ടൈപ്പ് ആമിച്ചിനൊരു ടോപ്പ് കൂടെ മേടിച്ചു കേട്ടോ. ഇതാണ് എന്നാടാ നീ എങ്ങനെ ഈ കളർ? പക്ഷെ സെയിം അല്ല, ഇതിന്റെ ഈ കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമുള്ളൂ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ.
കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ്. പാക്ക് ചെയ്ത് കഴിയാറായെന്ന്. ആ എടുത്ത്. ഇച്ചിരൂടെ നീ നോക്കട്ടെ. സൂപ്പർ അല്ലേ? നല്ലല്ലേ? നമ്മളെടുത്തേ. നല്ല രസമുണ്ട്. നല്ല ചേർച്ച. അമ്പത് ദിവസം ഞാൻ സെലക്ട് ചെയ്താടി വാവച്ചി. ഞാൻ സെലക്ട് ചെയ്തതാ. എന്റെ സെലക്ഷൻസ് അങ്ങനെയാ. പഫ് വെച്ച് തയ്ക്കണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് സമ്മതിച്ചില്ല. ഞാൻ എന്റെ നിർബന്ധ പ്രകാരമാണ് ഞാനും അമ്മയാ പറഞ്ഞു അങ്ങനെ ചെയ്യണം. ഇവള് പറഞ്ഞു വേണ്ട വൃത്തികേടാന്ന് പറഞ്ഞു. എല്ലും പോലെ ഇരിക്കുന്ന അവക്ക് വേണം ഇവള് പറയും. അപ്പൊ ഞാനും അമ്മയെ പറഞ്ഞു അമ്മ ഇച്ചിരി വണ്ണം തോന്നിക്കും അവക്ക് അങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ നമ്മള് യാത്രയ്ക്കുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അയക്കാനുള്ള സെറ്റ് ആക്കി കേട്ടോ. ഉറങ്ങാവോ മോനെ? നീ മൂക്കിന്നൊന്ന് കൈ വെക്കാവോ? ഉറങ്ങാവോ? ഉറങ്ങാവോന്ന് കുരാരി വയ്ക്കുന്നു. ഉറങ്ങാവോന്ന്? ഉറങ്ങത്തില്ലേ? ഉറങ്ങാവോ? അങ്ങോട്ട് പോയി വീഴും. ഉറങ്ങാവോ? വേണ്ടേ? ഈ 12 മണിയായിട്ട് നിനക്ക് ഉറങ്ങണ്ടേ? പിയാമേനെ കാണാൻ പോവാന്നോ? ആരെ കാണാൻ പോവാ? പിയാമേനെയോ? ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നാണേ. 12 മണിയായി. ഈ പെണ്ണിന് ഉറക്കമില്ല. ഒരാഴ്ച ചോദിക്കോ ഉറങ്ങാവോ? ഇല്ല ഉറങ്ങത്തില്ല. ഇത് അച്ചയ്ക്ക് കേട്ടോ. ഇത് അച്ചയ്ക്കാ. അച്ചയ്ക്ക് പല്ല് തേക്കാൻ വേണ്ടിട്ട് പേസ്റ്റും ബ്രഷും. ഇത് അച്ചടിയാ. ഇവിടെ വെച്ചോളാം. ഓക്കെ. എപ്പോഴാ ഉറങ്ങുന്ന ആമി? എപ്പോഴാ ഉറങ്ങുന്നേന്ന് പറ. 11 മണി. അതോ ഇത് നിങ്ങളുടെ ക്ലോക്കില് 11 മണി ആയില്ലേ? എച്ചൂട്ടി 11 മണിക്ക് ഉറങ്ങുന്നത്. മോനപ്പൊ എപ്പോഴാ ഉറങ്ങുന്നേ? 3 മണി ആണോ? 3 മണി. ഇതെങ്ങനെ കേട്ടും? ഇതെങ്ങനെ കേട്ടും? ഞാൻ അച്ഛക്ക് ഒരു ഉമ്മ തരാവോ? അച്ഛക്ക് ഒരു ഉമ്മ തരാവോ? ഇല്ല ഗുളിക അച്ഛൻ. അയ്യോ അന്ന് എന്റെ ഗുളിക തന്നെ. അച്ഛക്ക് ഗുളിക തരാവോ മോന്? അച്ഛക്ക് തരണേ. വായു വെച്ചായിരുന്നോ? ആണോ? അച്ഛൻ വെള്ളം ഒഴിക്കട്ടെ വായിലേ. ഇപ്പൊ കയ്പല്ലേ അതുകൊണ്ട്. ഇത് രാവിലെ ഉള്ള ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നാളെ കഴിക്കാൻ വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ ഇത് രാത്രിയേ ഉള്ളൂ. ആമിയുടെ ചക്കരപ്പനാണോ അപ്പൂച്ച? ആമിയുടെ ചക്കരപ്പനാണോ അപ്പൂച്ച? അല്ലേ? ആമിയാണ്. ഓ ആമിയാണ് അപ്പൂച്ചയുടെ ചക്കരപ്പന്. അമ്മയുടെ രാജകുമാരി ആരാ? ആരാ? അമ്മയുടെ കുട്ടിച്ചോത്തരാരാ?
അമ്മയുടെ കുട്ടിച്ചാത്തനാരാ? അമ്മയുടെ പ്രിൻസസ് ആരാ? ഉറക്കാൻ വേണ്ടി വിടുക കേട്ടോ. മര്യാദക്ക് വെക്കണമെന്നോ അങ്ങടി. ഇത് അച്ഛക്ക് തേക്കാനാ. അച്ഛൻ അയ്യോ അച്ഛൻ തേച്ച ദേശ അച്ഛക്ക് കുഞ്ഞിന്റെ പേസ്റ്റ് കൊടുക്കണം കേട്ടോ അമ്മ. മിഠായി വേണോ? മിഠായി ആ ഉള്ളിൽ അച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലി ബ്ലൂബെറി കേക്ക്. ബ്ലൂബെറി കേക്ക് മോന്റെ പേസ്റ്റ് തരും പൂജാരി. ചെല്ലേ ചെല്ലേ മോന്റെ പേസ്റ്റ് കൊടുത്തു. അപ്പൊ ആമിച്ചനെ അകത്തോട്ട് കയറ്റി വിട്ടു കേട്ടോ. അപ്പം ഞാൻ യാത്രയാവുകയാണെങ്കിൽ രാത്രി 12 മണിക്ക്. ഈ അസമയത്ത് പോകുന്ന വേറൊന്നുമല്ല, നമുക്ക് ക്രിസ്മസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്ര തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയുണ്ട്. അപ്പം ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ വേണ്ടിയില്ല. പനിയായിട്ട് ഒരു ദിവസം കിടന്നു പോയതിൻ്റെ ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞപ്പോൾ. അതാണ് പറ്റിപ്പോയത്. അപ്പം ഞാനിപ്പം രാത്രി പോവാണ്. ആളുടെ മുഖത്ത് എന്നാന്ന് വെച്ചാൽ ടെൻഷൻ കയറി പോണ്ടപ്പൂസേ ഇപ്പം അവൾക്ക് ഡേറ്റും ആയിട്ടിരിക്കും. അല്ലെങ്കിൽ അവൾക്ക് എൻ്റെ കൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. കടയിൽ പോയിട്ട് നമ്മൾ വന്ന കേട്ടോ. കടയിൽ ഇപ്പം നമുക്ക് ആ ഒരു കാറും വേറൊരു ടോയും പോകുന്നു. വലിയ ബോക്സ് ആയിരുന്നു. അപ്പം ഏകദേശം 2 മണിക്കൂർ എടുത്തല്ലേ നമ്മളത് റാപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി നല്ല സമയം എടുത്തു. അപ്പം എനിക്ക് കുറച്ചുകൂടെ നേരത്തെ പോകണമെന്ന് ഓർത്തിട്ട് ഫാസ്റ്റ് ചെയ്ത, പക്ഷെ അത് കഴിഞ്ഞില്ലായിരുന്നു. സമയം ഇത്രയായി. എന്തായാലും ഞാൻ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 3 മണി 4 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഈ സമയത്താണെങ്കിൽ വഴിയിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് പോയേക്കാന്ന് വെച്ചു. അല്ല വയ്യ പോത്തുള്ളൂ കേട്ടോ. അപ്പൊ പേടിയാ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനോട് കണ്ടിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോട്ടെ കേട്ടോ. ഞാൻ ഇപ്പം ഇനിയിപ്പോൾ നാളെയാണോ നാളെ കഴിഞ്ഞാണോ വരികയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇനിയിപ്പോ ഞാനങ്ങനെ ഇവരെ പിള്ളേരുടെ അടുത്തുനിന്ന് ഇവളുടെ അടുത്തുനിന്ന് അങ്ങനെ മാറി ഒരു ദിവസം പോലും നിൽക്കാറില്ല. പർച്ചേസ് ചെയ്യാൻ പോകാനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചേ പോകാറുള്ളൂ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ മാറിയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രവാസികളെ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്താന്ന് വെച്ചാൽ 1 മിനിറ്റോ അല്ലെ 1 മണിക്കൂർ പോലും നമ്മൾ മാറിയിരിക്കാത്തതുകൊണ്ട് ഭയങ്കര അതിനൊരു ഇതുണ്ട്, സുഖമുണ്ട്, വേദനയുണ്ട്. അതേപോലെ തന്നെ നാളെ അച്ഛൻ വരുന്ന വരെ എനിക്കും ഞാനൊരു കൊച്ചു പ്രവാസിയുടെ ഭാര്യ അതുപോലെ ഇങ്ങനെ വിഷമമായിരിക്കും. പെട്ടെന്ന് വരുന്ന വരെ ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിൽ ഇങ്ങനെ ഇതായിരിക്കും. അപ്പൊ എപ്പോഴും ഞാൻ എവിടെയും പോകുമ്പോൾ കരയും, ഓട്ടോമാറ്റിക്കലി കരയും. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെപ്പോഴും കമന്റ്സ് വരാറുണ്ട്. പ്രവാസികൾ അത് അങ്ങനെ തന്നെയാണ്. പ്രവാസികളിൽ ആ ഭാര്യമാർ ഒത്തിരി സഹിക്കുന്നവരാണ്, ഒത്തിരി കാത്തിരിക്കുന്നവരാണ്. അത് 100% ഉറപ്പാണ്. അങ്ങനെ ഒരിക്കലും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എനിക്ക് അവരുടെ അടുത്ത് ഒട്ടും മാറിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാനും കരഞ്ഞിട്ടായിരിക്കും പോകുന്നതായിരിക്കും പോവുക. അത് നോർമലി വരുന്ന ഒരു ഇമോഷനാണ്, പെട്ടെന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അവളെ എക്സ്പ്രസ് ചെയ്യും, ഞാനത് കാണിക്കാറില്ല. ഞാൻ ക്യാമറ പുറകെ ചെയ്തിട്ട് കാര്യം. അപ്പൊ കുഞ്ഞിനോട് കണ്ടിട്ട് ഞാൻ യാത്രയാകുവാണെങ്കിൽ രാത്രി പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അവള് ഇപ്പൊ ഈ യാത്ര തുടങ്ങുന്നതിന് ഇപ്പറായിട്ട് മാതാവിനെ ഫ്രണ്ടിൽ ഒട്ടി. അത് കഴിഞ്ഞ ദിവസം നമ്മള് പാറപ്പള്ളിയിൽ നിന്ന് മാതാവിനെ മേടിച്ചുള്ളൂ. അത് ഡബിൾ സൈഡ് ടൈപ്പ്. അതുപോലെ തന്നെ നമ്മുടെ കാശി രൂപ, അതായത് മാതാവിന്റെ കാശി രൂപ എന്റെ പേഴ്സിലും വെച്ച് തന്നിട്ടുണ്ട്. നേരത്തെ വെച്ച എന്റെ മാലയെന്ന് ഇതായ പിന്നെ എനിക്ക് എന്റെ മാലയും ഇതായത് തന്നെ എന്റെ സ്വർണ്ണമാലയെല്ലാം എന്റെ കരുത്ത് തന്നെ. ഇതിപ്പോ എത്രാമത്തെ മാലയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീഡിയോ കാണാൻ മനസ്സിലാവും. ഇപ്പൊ ചിറ്റാമ്മയുടെ മാലയാ പറ്റേ, അതായത് സ്വർണ്ണമല്ല, ചിറ്റാമ്മ ഇട്ടോണ്ടിരുന്ന വരവമാലയായിരുന്നു. അതുപോലെ തന്നെ കളർ പോകുന്ന അനുസരിച്ച് മാറി മാറി വരുന്ന കൂടുതൽ ഒരു കൂട്ടത്തിൽ ഞാൻ അരസിന്റെ പേഴ്സിൽ അന്ന് കഴിച്ചത് അത് അന്ന് ഒട്ടി ഒന്നെങ്കിൽ നമ്മുടെ ഒപ്പം കൊണ്ട് നടക്കണമെന്നാണ് ഉടമ്പടിയുടെ സമയത്തും അച്ഛനാണെങ്കിലും പറയുന്നത്. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ ബാഗിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം എന്താണ് നമ്മുടെ കയ്യിൽ എപ്പോഴും കീ ചെയിനിൽ ഇടാൻ. അപ്പൊ ഞാൻ അന്ന് കുറെ നാൾ കഴിയുമ്പോ മാലയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരുമിച്ച് അതിനറിയോ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചതാട്ടോ. കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഊരി കളഞ്ഞു, മാതാവിന് ചവിട്ടി ഇതൊക്കെ പറഞ്ഞ് ഇത് വന്ന
പക്ഷെ നമ്മൾ ആ സേഫ് ആയിട്ട് തന്നെ വരാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ആ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ പേഴ്സിലുണ്ട് കേട്ടോ. അതിനോട് പോകുമ്പോൾ കാണിക്കുക എന്തായാലും. അപ്പം ഞാൻ നമ്മുടെ പേച്ചുകുട്ടികളെ കണ്ടിട്ട് ഇറങ്ങാണ് കേട്ടോ. യെസ് പഠിച്ചു. അപ്പം നമുക്ക് പേച്ചുകുട്ടികളെ കണ്ടിട്ടോ. കൊടുത്തി അവിടെ ഉമ്മയൊക്കെ കൊടുത്ത് കയറ്റി കേട്ടോ. ഇനി ഒത്തിരി വൈകിപ്പിക്കുന്നില്ല. വൈകിപ്പിച്ച ഒത്തിരി ലേറ്റ് ആവും. അത് 12:10 12:13 കറക്റ്റാ. ഒരു തക്കടുമാരാവോ? ഓ എൻ്റെ അമ്മ പിണക്കാട്ടോ. അപ്പൊ എന്തായാലും അല്ലേ ഇതന്നെ ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്നേ. ഈ യാത്ര ഇന്നത്തില് കണ്ണും മിഴിച്ചിരിക്കുന്നു. ഓയി കിടന്ന് ഉറങ്ങിക്കോ അമ്മയും മോനും രണ്ടുപേരും. നീ കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. ഞാൻ ചേട്ടൻ വിളിക്കാം കേട്ടോടാ. മുട്ടക്കൂട്ടാ പോയി കയറുന്നു കേട്ടോ. ലവ് യു. പോയി കയറി പോക്കോ. നിനക്ക് അതാ അടച്ചോ. അത് ഞാൻ അടച്ചോളാം. ഞാൻ ഇറങ്ങിയിട്ട് അടച്ചോളാം. പൊക്കോ കയറിപ്പോക്കോ. കുറേ തെരുവ് നായകൾ ഇതൊരു നടപ്പുണ്ട് കേട്ടോ. കയറിപ്പോക്കോ. പൊക്കോ ടാറ്റ. പൊക്ക കയറി അടച്ചു. ആ ശരി. മൊത്തം ഈ പെണ്ണ എൻ്റെ ഇതിലൂടെ ചാടി വന്നു കേട്ടോ. എന്നാ പിടിച്ചിരിക്കുക. ചെല്ല പോയിട്ട് വരാച്ചേ കേട്ടോ. പോയിട്ട് വരാം. കരഞ്ഞോണ്ടൊന്നും ഇരുന്നേക്കല് കേട്ടോ. കിട്ടി എന്നാ കിട്ടിയത്? ആ അതൊക്കെ ശരി. പൊക്കോ കയറി പോക്കോ. കയറി അടച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. പൊക്കോ. കടയിലെ സാധനങ്ങൾ പെട്ടെന്ന് കൊണ്ടിട്ടാണ് കേട്ടോ. അത് രാവിലെ എടുത്ത് മാറ്റി കേട്ടോ. ശരി, അടച്ചോ. അപ്പോൾ ഞാൻ യാത്ര തുടങ്ങി കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20 കിലോമീറ്റർ വന്നു. ഞാൻ ഒന്ന് ജസ്റ്റ് സൈഡിലൊന്ന് ഒതുക്കിയതാണ്. അപ്പോൾ കുഞ്ചസ് ഒന്ന് വിളിച്ചാണ്. വിഷമിച്ചിരിക്കുക. സങ്കടം എന്ന് വെച്ചാൽ ടെൻഷനാണ് കേട്ടോ. രാത്രി എന്നെ വിടുന്നതിനകത്ത്. അപ്പം വലിയ ടെൻഷനാണ്. എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പോകുന്നത്. എന്തുവാണ് പോകുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ അറിയൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകാൻ നേരമാണ് ലച്ചൂട്ടൻ ചാടി എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. പിന്നെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഞാനീ പോകുന്നു. അപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹാപ്പി ആവും ഉറപ്പായിട്ടും. അപ്പോൾ എനിക്ക് ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും ടാറ്റ. ഗുഡ് മോർണിംഗ് ആട്ടോ. ഇപ്പം 1 മണിയായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ലവ് യു ഓൾ. യെസ്.